നമസ്കാരം. കേരള കൺസ്ട്രക്ഷൻ കമ്മ്യൂണിറ്റിയിലെ എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സിനും സ്വാഗതം. നമ്മൾ കൺസ്ട്രക്ഷൻ മേഖലയിലെ പ്രൊഫഷണൽസിലെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഭാഗമായിട്ടുള്ള ഗ്രൂപ്പിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് ശ്രീ മഹേഷ്. പുള്ളി ടൈൽസിന്റെയും സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് ഏകദേശം 7 വർഷത്തെ പ്രവർത്തിച്ചുള്ള വ്യക്തിയാണ്. നമുക്കൊരു ടൈൽസ് നമ്മുടെ കൺസ്ട്രക്ഷൻ രംഗത്ത് എങ്ങനെ സെലക്ട് ചെയ്യാം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അത് ഏതെല്ലാം ക്വാളിറ്റി ലഭിക്കും, അതിന്റെ ക്വാളിറ്റി വൈസ് കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് പുള്ളിയായിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ശ്രീ മഹേഷിന് സ്വാഗതം. നമസ്തേ. മഹേഷ് ജി, ഇപ്പൊ നമ്മള് ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷനിൽ ഏറ്റവും ഒരു പ്രാധാന്യമുള്ള മേഖലയാണ് ഫ്ലോറിംഗ്. ഈ ഫ്ലോറിംഗിലേക്ക് നമ്മളിപ്പോ ടൈൽസിന്റെ ആവിർഭാവം വന്നിട്ട് ഏകദേശം ഒരു 10 to 15 ഇയറിലേക്ക് ആവുന്നുള്ളൂ. അതായത് മോസ്റ്റ് മോഡേൺ ടൈൽസിലേക്ക്. പണ്ട് കാലഘട്ടത്തിൽ എല്ലാവരും സെറാമിക് ടൈലുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴത്തെ ഈ വെട്രിഫൈഡ് ടൈലിലേക്ക് വന്നിട്ട് ശേഷം നമ്മളൊരു പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മളിപ്പോ GVT ഗ്ലേസ്ഡ് വെർട്ടിഫൈഡ് ടൈൽസ് ആണ് ഇപ്പോഴത്തെ പുതിയ ഇന്നോവേഷൻ ആയിട്ട് നമ്മളിപ്പോ ഉപയോഗിക്കുന്നത്. ഇതിന് മുന്നേ പോർസലൻ ടൈലുകളും പല ടൈലുകളുണ്ട്, അതൊക്കെ വാട്ടർ അബ്സോർബൻസ് കൂടുതലാണ്. ഇപ്പൊ ഈ GVT ടൈൽസിന് 2 ടൈപ്പ് ഉണ്ട് കൂടുതലായിട്ട്. മെയിനായിട്ട് പോളിഷ്ഡും അതിന് PGVT എന്ന് പറയും, അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ടൈലുകളാണ് കൂടുതലായിട്ട് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതില് നമുക്ക് കൂടുതൽ ഇപ്പൊ വാട്ടർ അബ്സോർബൻസ് വളരെ കുറവാണ് ഈ GVT ടൈൽസ്. അതായത് നമ്മൾ കേരളം പോലത്തെ സ്ഥലങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ, നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞ GVT ടൈലാണ്. പിന്നെ അതുമ്പോൾ നമ്മൾ ഡ്രില്ല് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വേറെ പ്രശ്നങ്ങളില്ല. മറ്റേത് നമ്മൾ പോർസലൻ ടൈൽസ് ഒക്കെ നമ്മൾ അങ്ങനെ ഡ്രില്ലൊക്കെ ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിന്റെ ലൈഫ് നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചൊരു 15 years വരെ നമുക്ക് ഒരു പ്രശ്നമില്ലാണ്ട് അതിന്റെ പോളിഷ് നിൽക്കുന്നുണ്ട്. നമ്മൾ അതിന് വേറെ പോളിഷ് ചെയ്യണോ അങ്ങനത്തെ ഒന്നും ആവശ്യങ്ങൾ വരാറില്ല. സാധാരണ വീടുകളിൽ ഈ കുട്ടികൾ കൂടുതലും ഈ കളിപ്പാട്ടങ്ങൾ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതും സൈക്കിള് അങ്ങനെ സംഭവങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് ഈ ടൈലുകൾ ഫെയിൽ ആവുന്ന പ്രശ്നങ്ങളൊക്കെ കൂടുതലും പറയുന്നത്. ഇപ്പോഴത്തെ ടൈലുകൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ടോ? ഇല്ല, GVT അങ്ങനത്തെ പ്രശ്നം വരുന്നത് ഫ്ലൈഡ് ആവില്ല. പിന്നെ നിങ്ങൾക്ക് സ്ക്രാച്ച് വരുന്നത് അതിനിപ്പോ നിങ്ങൾ ഹൈ ഗ്ലോസി ആയിട്ടുള്ള ടൈലുകൾ എടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ സ്ക്രാച്ച് വരാനുള്ള സാധ്യത കൂടുതലുള്ളൂ. അതിപ്പോ നമ്മൾ നോർമൽ വീടുകളിൽ അത്രയധികം ഹൈ ഗ്ലോസി ഉപയോഗിക്കുന്നില്ല. കൂടുതലും പിന്നെ ഹോട്ടലുകളൊക്കെയാണ് ഹൈ ഗ്ലോസി ആയിട്ടുള്ളത് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ സ്ക്രാച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ്. ബാക്കി മാറ്റ് ഫിനിഷ് ടൈലൊന്നും സ്ക്രാച്ച് വളരെ കുറവായിരുന്നു. ശരി. ഇപ്പൊ ഒരു കാര്യം ചെയ്യണം, നമ്മളിപ്പോ ഒരു വീടിന്റെ ടൈൽ സെലക്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ എല്ലാവരും സ്ക്വയർ ഫീറ്റ് ഏരിയ വെച്ചിട്ടാണ്. അപ്പൊ നമ്മളൊരു വീട്ടില് ഒരു അപ്രോക്സിമേറ്റ് നമുക്കൊരു 2000 സ്ക്വയർ ഫീറ്റുള്ള വീടാണെന്ന് വിചാരിക്കുക. ഈ 2000 സ്ക്വയർ ഫീറ്റ് ഒരു ബാച്ച് തന്നെ ടൈൽ എടുക്കാന്ന് പറയുന്നത് അതെന്താണ് അതിന്റെ പ്രത്യേകത? ഒരു ബാച്ച് ഓഫ് ടൈൽ തന്നെ എടുക്കാന്ന് പറയുന്നത് ചെറിയ മൈനർ ഡിസൈൻ ചേഞ്ചസ് നമ്മൾ എത്ര ബാച്ചിൽ മാറും തോറും ചെറിയ കളറിന്റെ ഒക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. അതും നല്ല പ്രീമിയം ക്വാളിറ്റി എടുക്കുമ്പോൾ പ്രശ്നങ്ങൾ വരാറില്ല. സ്റ്റാൻഡേർഡ് കമ്പനികളൊന്നും അങ്ങനത്തെ പ്രൊഡക്ഷൻ വലിയ ഡിഫറൻസ് വരാറില്ല. എന്നാലും ചെറിയ ബാച്ച് വരുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് കളറിലെ ചേഞ്ചസും അവരുടെ ക്വാളിറ്റി ഓഫ് പ്രിന്റിങ്ങിനൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രിഫർ ചെയ്യണായിരിക്കും ഒരേ ബാച്ചിൽ നിന്ന് എടുക്കാൻ ഒരേ സമയം. ശരി. ഇപ്പൊ നമ്മൾ കൂടുതലും ഈ നാച്ചുറൽ സ്റ്റോണുകളാണല്ലോ ഒരു കാലഘട്ടത്തിലായിട്ട് നമ്മൾ ഫ്ലോറിൽ യൂസ് ചെയ്യുന്നത്. ഈ നാച്ചുറൽ സ്റ്റോൺ ലേയിങ്ങും ഇപ്പോഴത്തെ ടൈൽ ലേയിങ് തമ്മിൽ നമുക്ക് മെച്ചമായി കിട്ടുന്ന ഒരു പാർട്ട് പറയാം. നാച്ചുറൽ സ്റ്റോൺസിൽ നിന്ന് നമ്മൾ ഇപ്പോഴത്തെ GVT ടൈലിലേക്ക് മാറുമ്പോൾ നമ്മൾക്ക് ഒത്തിരി മാനുഫാക്ചറിങ് കോസ്റ്റ് ഒത്തിരി കുറയാണല്ലോ. ഇപ്പൊ നമ്മള് എക്സാമ്പിൾ ഇപ്പൊ നമ്മളിപ്പോ ഒരു ആൾക്കാർ ഇപ്പൊ ഈ മാർബിൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അതേ സെയിം ഡിസൈൻ ഒരു പ്രിന്റിങ് അതിന് നല്ല പ്രിന്റിംഗ് ആയിട്ട് നമുക്കിപ്പോൾ ഈ വെർട്ടിഫൈഡ് സെയിൽസിൽ വരുന്നുണ്ട്. അത് പല പല സൈസുകൾ വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് 8x4 സൈസ് വരുന്നുണ്ട്, 1200 into 2400 mm സൈസ് വരുന്നുണ്ട്, 80-160 സൈസ് വരുന്നുണ്ട്. ഇപ്പൊ എല്ലാം വലിയ ടൈലുകൾ 6x4 സൈസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും മാർബിളിന്റെ സെയിം ക്വാളിറ്റി നമുക്ക് വേണം. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും ഈസിയാണ്. മാർബിളിന് നമ്മൾ പോളിഷ് ചെയ്യണം, മിനറൽ പോളിഷ് ചെയ്യണം, അങ്ങനെ പല എക്സ്പെൻസീവ്. പിന്നെ കാലാകാലം അതിന്റെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിന്റെ 15 years നിങ്ങൾക്ക് ഇതിന്റെ പോളിഷ് ഒന്നും യാതൊരു പ്രശ്നം വരൂല. പിന്നെ ക്വാളിറ്റി ഉള്ള ടൈലുകളാണെങ്കിൽ അതിന് ഫുഡ് പാച്ച് ഒന്നും വരൂല. പിന്നെ നമ്മൾ ഈ ടൈല് വാങ്ങിക്കുന്നതിനൊപ്പം തന്നെ ടൈല് വിരിക്കുന്ന, അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്കേഴ്സ് തന്നെ ചെയ്യുമ്പോഴല്ലേ അതിന്റെ ശരിക്കും ഒരു എന്താ പറയാ ഒരു ലേയിങ് എഫക്ട് കിട്ടാന്ന് പറയാം. അതായത് നമ്മള് ശരിക്കും പറയാൻ നമുക്ക് അതിന്റെ റൂട്ട് ലൈൻ കാര്യങ്ങളെല്ലാം ശരിക്കും പേപ്പർ കട്ടിങ് ലെവലിൽ കിട്ടുക, അങ്ങനെയുള്ള സംഭവങ്ങൾ അത് തന്നെയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഒത്തിരി ഓട്ടോമേഷൻസ് ആയി മാനുഫാക്ചറിങ്. കാര്യം ഞാനിപ്പോ 15 വർഷം ഞാൻ ഗുജറാത്തിൽ താമസിക്കുന്നതാണ്. എനിക്ക് അവിടുത്തെ ഒത്തിരി ഇൻഡസ്ട്രീസ് ഉണ്ട്. ഞാൻ വളരെ സെലക്ടഡ് ഇൻഡസ്ട്രീസിൽ നിന്നാണ് ഇപ്പൊ ഞങ്ങൾ എടുക്കുന്നത്. അത് അവരുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി നോക്കിയാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇപ്പൊ എല്ലാ കമ്പനിയിലും ഒത്തിരി ഓട്ടോമേഷൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ അങ്ങനെ കട്ടിങ് ചെയ്യണതൊക്കെ നല്ല എല്ലാം അവരുടെ റോബോട്ടിക്കാണ് കട്ടിങ് ചെയ്യണം. അപ്പൊ മാനുവൽ ചെയ്യണമെന്ന് റോബോട്ടിക് ചെയ്യണമൊക്കെ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിന് വരുന്ന ബെൻഡും അതൊന്നും വളരെ മിനിമൈസ് ചെയ്താണ് ഇപ്പൊ
നമുക്ക് കിട്ടുന്നത് പുതിയ പുതിയ ടൈലുകളൊക്കെ. ഉവ്വ്. പിന്നെ ഒത്തിരി എക്യുപ്മെന്റ്സ് നമ്മളിപ്പോ ഉണ്ട് ഇതിപ്പോ ടൈൽ ലേ ചെയ്യാൻ വേണ്ടി. ഉം. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും നല്ല ഫിനിഷിംഗ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മാനുവലായിട്ട് ചെയ്യുമ്പോൾ എന്തായാലും ചെറിയ ഡിഫക്ട്സ് വരാൻ സാധ്യത കൂടുതലാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ സാധാരണ ഇപ്പൊ ടൈലിന്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ കണ്ടമാനം ബ്രാൻഡുകളുണ്ട്. ഈ ബ്രാൻഡുകളിലൊപ്പം തന്നെ പ്രൈസിലും കണ്ടമാനം വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ മഹേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശരാശരി ഒരു വീട്, അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ക്വാളിറ്റി GVT ടൈലുകൾ നമുക്ക് സ്ക്വയർ ഫീറ്റിൽ എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്കൊരു GVT ടൈൽ ഇപ്പൊ നമ്മളെ കമ്പനിയിലെ പ്രൊഡക്ഷന്റെ ഇപ്പൊ എന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ടൈലുകൾ കൊടുക്കാന്നുള്ള ഉദ്ദേശം ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഓക്കെ. അതിൽ ഞങ്ങൾ ഈ പ്രീമിയം മാത്രമേ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുള്ളൂ. വേറെ സെക്കൻഡ് ക്വാളിറ്റിയോ സ്റ്റാൻഡേർഡ് കൊമേഴ്സ് അങ്ങനെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യണില്ല. ഓൺലി പ്രീമിയം ക്വാളിറ്റി മാത്രമേ ഞങ്ങൾ ഡീൽ ചെയ്യുള്ളൂ. അതിൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ ഒരു 50 ഒരു 4x2 സൈസ് ആണ്. ഇപ്പൊ 2x2 സൈസ് ഇപ്പൊ നമ്മൾ അധികം പേര് ഉപയോഗിക്കണില്ല. ഉം. ആ വിലയ്ക്ക് തന്നെ ഏകദേശം ഇപ്പൊ 4x2 ആണ് കൂടുതൽ. 4x2 നമുക്കൊരു അപ്രോക്സിമേറ്റ് 50 റുപ്പീസിന്റെ അടുത്ത് വരുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ടൈലുകൾ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ നിന്ന് നമുക്ക് അതിന്റെ തിക്നെസ്സും വെയിറ്റും അതിന്റെ ഗ്ലേസിന്റെ ക്വാളിറ്റി ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി അപ്പൊ ബജറ്റ് പോകണമെങ്കിൽ ബജറ്റിലേക്കും പോകാൻ ഈ പറ്റും. ടൈലുകളെ സംബന്ധിച്ച് ടൈലുകളുടെ മാർക്കറ്റിംഗിൽ ഈ പലരും സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയാറുണ്ട്. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ടൈലിന്റെ തിക്നെസ് അല്ലേ? ഓഫ് കോഴ്സ് നമ്മൾ ഇപ്പൊ നോർമൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വരുമ്പോൾ ഒരു ടൈൽസിന് 9 mm ആണ് ഇപ്പൊ നോർമൽ ടൈൽസുകൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കണം. അതിന്റെ ഒരു ബോക്സ് ആണെങ്കിൽ 2 പീസിന്റെ ബോക്സ് വരുന്നത്. അതിന് ശേഷം നമുക്കൊരു 30 കിലോ 28 കിലോ അടുത്ത് വെയിറ്റ് വരുന്നുണ്ട്. അത് നല്ല ക്വാളിറ്റിയുള്ള ടൈൽ അത് വരും. പിന്നെ അതിനനുസരിച്ച് നമ്മൾ തിക്നെസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക് വെയിറ്റ് കുറയും അതിന്റെ. ഉം. അങ്ങനെ ആൾക്കാർ ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പൊ 7 വരെ തിക്നെസ് ഉള്ള സാധനങ്ങൾ വിൽക്കുന്നുണ്ട് ആൾക്കാർ. ഉവ്വ്. പക്ഷെ അതുകൊണ്ട് നമ്മൾ ഈ ടൈലിന്റെ ലൈഫ് കുറവായിരിക്കും, പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുപോലെ ബെൻഡ് വരും. നമ്മൾ എത്രത്തോളം കനം കുറയുന്നവരും ബെൻഡ് കൂടും. ഇപ്പൊ അതാണ് നമ്മളിപ്പോ പ്രഷർ പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പല ഷോപ്പുകളുണ്ടാവും, പല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും. നമ്മൾ ടൈലിന്റെ റേറ്റ് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത്, ടൈലിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ഗേജുകൾ. ആ ഗേജിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ടൈലിന്റെ ക്വാളിറ്റിയിൽ വളരെ വ്യത്യാസമുണ്ട്. അതാണ് ഇപ്പൊ മഹേഷ് പറഞ്ഞു തന്നെ. അതായത് ഒരു ടൈല് സെലക്ട് ചെയ്യുമ്പോൾ ആ ടൈലിന്റെ തിക്നെസ്, ആ തിക്നെസ് തന്നെയാണോ അടുത്തൊരു ബ്രാൻഡ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത് കിട്ടുന്നത്, അതെല്ലാം നോക്കിയിട്ടാണ് ടൈല് ഫൈനലൈസ് ചെയ്യുക. കോഴ്സ് അതിന്റെ ഗ്ലേസിന്റെ ക്വാളിറ്റി നോക്കണം. ഗ്ലേസിന്റെ അതിന്റെ മുകളിൽ ഉണ്ടാവുന്ന ഗ്ലേസ് വെച്ചാൽ എനിക്ക് 0.7 mm 0.8 mm 0.9 mm മെയിൻ ആയിട്ട് കോസ്റ്റ് വരുന്ന ഗ്ലേസ് ആണ് കോസ്റ്റ് വരുന്നത്. ആ തിളക്കം അതിലേക്ക് പിടിപ്പിക്കാനുള്ള ഗ്ലേസ് അതിന്റെ ശേഷം 9 mm ഒക്കെ എടുക്കുന്ന നല്ല ക്വാളിറ്റിയാണ്. നമ്മളിപ്പോ മഹേഷ് ഇപ്പൊ കേരളത്തില് ഇപ്പൊ ഒരുവിധം എല്ലാ സ്ഥലത്തും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടല്ലോ. നമുക്കൊരു കൊമേഴ്സ്യൽ പ്രൊജക്ട് ആണെങ്കിൽ നമുക്കൊരു ആവറേജ് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും? ഞങ്ങളിപ്പോ ഓൺ ബോക്സ്, അതായത് നമ്മൾ ഡയറക്റ്റ് ഗുജറാത്തിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ ഞങ്ങൾ റീറ്റെയിൽ റീസെന്റ് ആയിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ മെയിൻ ആയിട്ട് പ്രൊജക്റ്റിക്കാണ് കൊടുത്തിരുന്നത്. ശരി. ഡയറക്റ്റ് നമ്മൾ അവരെ ഒരു കണ്ടെയ്നർ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ 28 ടൺ 15,000 സ്ക്വയർ ഫീറ്റിന് അടുത്താണ് നമ്മൾ ഒരു കണ്ടെയ്നർ വരുന്നത്. ഒരു കണ്ടെയ്നർ ഡയറക്റ്റ് നമ്മൾ കണ്ടെയ്നർ എക്സസ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 35 രൂപ 30 രൂപയ്ക്ക് നമുക്ക്. അപ്പൊ നമ്മള് ഇപ്പൊ മഹേഷ് പറഞ്ഞ കാര്യം ഞാൻ ഇത് ചെയ്ത് പറഞ്ഞുതരാം. അതായത് ഒരു കൊമേഴ്സ്യൽ പ്രൊജക്ട് ആണെങ്കിൽ 15,000 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു കവറേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫ്രം മാനുഫാക്ചർ ടു ഡയറക്റ്റ് നിങ്ങൾക്ക് സാധനം പുള്ളി ഡെലിവറി ചെയ്തെന്നായിരിക്കും. അതാണ് പുള്ളി പറയുന്നത്. അതായത് 15,000 സ്ക്വയർ ഫീറ്റ് നമുക്ക് ഒരു ആവറേജ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മാനുഫാക്ചർ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കാം. അതാണ് മിനിമം കണ്ടീഷൻസ്. അപ്പൊ നമുക്കൊരു കണ്ടെയ്നർ പിന്നെ ഇപ്പോൾ നമ്മൾ എങ്ങനെ എക്സസ് നമ്മൾ പോർട്ട് ചെയ്യുന്ന എത്ര എക്സസ് വരുന്നുണ്ട്, എത്ര ദൂരം വരുന്നുണ്ട്, അതനുസരിച്ച് ഇപ്പൊ കൊച്ചിന്ന് അടുത്ത സ്ഥലമാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് പിന്നെ കോസ്റ്റ് വരും. ഇപ്പൊ അറൌണ്ട് 1 lakh രൂപയാണ് ഒരു കണ്ടെയ്നറിന്റെ എക്സ്പെൻസ് വരും 15. അതായത് നമ്മൾ ആവറേജ് ഒരു സ്ക്വയർ ഫീറ്റ് 2 രൂപ അടുത്ത് നമുക്ക് ട്രാൻസ്പോർട്ടേഷന്റെ കോസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതേപോലെ നമുക്കിപ്പോ സാധാരണ ഇപ്പൊ വീട് പണിയുന്ന വ്യക്തികൾ ഒരു 1,500 സ്ക്വയർ ഫീറ്റ് 2,000 സ്ക്വയർ ഫീറ്റ് അവർക്ക് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ റീറ്റെയിൽ ഇപ്പൊ നമ്മൾ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തെന്നുണ്ടല്ലോ, അവർക്ക് നമുക്ക് എങ്ങനെ സർവീസസ് കൊടുക്കാൻ പറ്റും? മനസ്സിലായില്ല. അതായത് നമ്മളിപ്പോ റീസെന്റ് അതിപ്പോ നിങ്ങളിപ്പോ ഹോൾസെയിലിൽ നിങ്ങളിപ്പോ റീറ്റെയിലേക്ക് സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പൊ നമ്മളൊരു 1,500 സ്ക്വയർ ഫീറ്റ് മുതൽ 2,500 സ്ക്വയർ ഫീറ്റ് വരെ ശരാശരി നമ്മുടെ കേരളത്തിൽ ഇപ്പൊ വീടുകളുടെ വലിപ്പം വരുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമുക്ക് എങ്ങനെ സർവീസ് ചെയ്യാൻ പറ്റും? ഇപ്പൊ അതിന് വേണ്ടി ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു കമ്പനി ഔട്ട്ലെറ്റ് പോലെ ഒരു വലിയ ഗോഡൌൺ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് സെലക്ടഡ് മോഡൽസ്, നമ്മൾ എല്ലാ മോഡൽസും വെക്കാനില്ല, നല്ല ക്വാളിറ്റി ഉള്ള സെലക്ടഡ് നമുക്ക് കൂടുതൽ മൂവിംഗ് ഉള്ള കുറച്ച് മോഡൽസ് ഞങ്ങൾ ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ അവർക്കൊരു ബിലോ 40 നമുക്ക് നല്ല പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. അതും നമുക്കൊരു ആവറേജ് ഒരു 30,000 40,000 ബില്ലിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഓൺ സൈറ്റ് ഡെലിവറി നമുക്ക് കൊടുക്കാൻ പറ്റും.
അതായത് നമ്മൾ ആവറേജ് പർച്ചേസ് ഒരു 30,000 എബോവ് ഉണ്ടെങ്കിൽ നമുക്ക് സൈറ്റ് ഓൺ ഡെലിവറി 30 to 35. ഓക്കെ. അപ്പൊ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ സാധാരണ ഒരു വീട് പണിയുന്ന വ്യക്തികൾക്ക്, അതായത് ഒരു നമ്മൾ സാധാരണ ഇപ്പൊ കേരളത്തില് 1000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 2500 3000 സ്ക്വയർ ഫീറ്റ് ശരാശരി ഇപ്പൊ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ ഏരിയ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് ആവറേജ് പർച്ചേസ് കോസ്റ്റ് 30,000 to 35,000 മുകളിലാണെങ്കിൽ അവർ ഡയറക്റ്റ് സൈറ്റ് ഡെലിവറി കൊടുക്കുന്നതായിരിക്കും. അതാണ് പുള്ളി പറഞ്ഞത്. പിന്നെ ടൈലിന്റെ നമ്മൾ റേറ്റ് വേരി ചെയ്യണത് അതിന്റെ ഡിസൈൻ അനുസരിച്ചാണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് നോർമൽ ഗ്ലോസി അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് ടൈലാണ്. ഇനി അതിൽ നമ്മൾ കാർവിംഗ് വരും, അല്ലെങ്കിൽ ഹൈ ഗ്ലോസി വരും. അങ്ങനെ ടൈൽസിന് പല ക്വാളിറ്റി ഡിസൈൻ, ആ ഡിസൈൻ അനുസരിച്ച് റേറ്റ് വേരി ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ഒരു കാർവിംഗ് ടൈൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൽ നിന്നൊരു 5 രൂപ അടുത്ത് നമ്മൾ കൂടുതൽ എക്സ്പെൻസ് വരും കാർവിംഗ് ആണെങ്കിൽ. അത് ഹൈ ഗ്ലോസി ആണെങ്കിൽ പിന്നെ നമ്മൾ 7 രൂപ അടുത്ത് ചാർജ് വരും. അപ്പൊ നമ്മൾ ഈ 40 എന്ന് പറയുന്നത് 50 മേലേക്ക് പോകും. അത് ഡിപ്പെൻഡിങ് അപ്പോൾ ഇതിന് ഡിസൈൻ അനുസരിച്ച് അത് പലരും ഡിപ്പെൻഡബിൾ, പലരും ചോയ്സ് അങ്ങനെ ആയിരിക്കും. നോർമൽ മാറ്റ് ഫിനിഷ്, നോർമൽ ഗ്ലോസി ആണെങ്കിൽ ഏകദേശം സെയിം റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോ ഇപ്പൊ മഹേഷ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആർക്കിടെക്ചർ ഫ്രെയിമാണ് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ട് ആണ്, അവര് നിങ്ങളുടെ അടുത്ത് വരികയാണ്. അപ്പൊ അവര് ചോദിക്കുകയാണ്, നമുക്ക് ഇത്രയും ഏരിയ വരുന്ന അവര് ഒരു 3-4 ടൈപ്പ് ഓഫ് ഡിസൈൻസ് പറയണം, നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ അവർക്ക് ഈ കാറ്റലോഗ് കൊടുക്കും ആദ്യം. അതിനുശേഷം അവർ ഡിസൈൻസ് നമ്മുടെ ക്വാളിറ്റി ഓഫ് ടൈൽസ് നമ്മൾ ഇവിടെ കാണിച്ചു കൊടുക്കും. അതിനുശേഷം അവർക്ക് ഈ കാറ്റലോഗ് പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന 2-3 കമ്പനികളുണ്ട്. അവിടെ ഞങ്ങളിവിടെ വൺ ടൈം ഡീലിംഗ് ഇല്ല, ഞങ്ങൾ പെർമനന്റ് സപ്ലൈ ഉള്ള ടൈൽസ് മാത്രമേ ഞങ്ങൾ വെക്കാനുള്ളൂ. മനസ്സിലായി. അതായത് ഒരു ലോട്ട് ഓഫ് എടുത്തോന്നിട്ട് അതിന്റെ കിട്ടാത്ത സംഭവത്തിൽ നമ്മൾ ചെയ്യാനില്ല. അങ്ങനെ ഇഷ്ടംപോലെ നമുക്ക് കിട്ടുന്നുണ്ട്, ആൾക്കാർ ഒത്തിരി ചീപ്പായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് പിന്നെ കസ്റ്റമർക്ക് പിന്നീട് റിക്കമെൻഡ് വരുമ്പോൾ നമുക്ക് അത് കൊടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ഓൺലി കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഓർഡർ കിട്ടണം. 2-3 കമ്പനികൾ നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്, അവരുടെ മാത്രം സാധനം നമ്മൾ സപ്ലൈ ചെയ്യുള്ളൂ. അപ്പൊ അതിന്റെ ഈ കാറ്റലോഗ് നമ്മൾ കൊടുക്കും. ആ ഈ കാറ്റലോഗിൽ നിന്ന് അവർ സെലക്ട് ചെയ്ത ശേഷം അവർ പറഞ്ഞാൽ അത് സെയിം സാധനം ഞങ്ങളൊരു 15 days നമുക്ക് ശേഷം ഇവര് നമുക്ക് കൺഫേം ചെയ്ത ശേഷം നമുക്ക് പ്രൊഡക്ഷനിൽ കൊടുക്കേണ്ടത്. കാര്യം ഈ കമ്പനികൾ ഇപ്പോൾ പണ്ടത് ആഫ്റ്റർ കൊറോണ ശേഷം ആരും പ്രൊഡക്ഷൻ ചെയ്ത് വെക്കുന്നില്ല. നമ്മൾ ഇവിടുന്ന് ഓർഡർ അനുസരിച്ചാണ് അവർ നമുക്ക് പ്രൊഡക്ഷൻ വൺസ് പ്രൊഡക്ഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് 10 days ആണ് നമ്മൾ ഇവിടുന്ന് നമ്മൾ കൺസ്യൂമർ ഇതിന്. ഇപ്പൊ നമ്മൾ ഒരാളൊരു കണ്ടെയ്നർ നമുക്കൊരു ആർക്കിടെക്ട് ഓർഡർ കഴിഞ്ഞാൽ മാക്സിമം 1 month അതിനുള്ളിൽ നമുക്ക് സാധനം ഡെലിവറി ചെയ്യാൻ കൊടുക്കാൻ പറ്റും. 1 month ഞാൻ പറഞ്ഞതുള്ളൂ, പക്ഷെ നമുക്ക് 20 days ആണ് ഞങ്ങളുടെ ആവറേജ് ടൈം. ഇപ്പൊ ഞാനൊരു സംശയം ചോദിക്കട്ടെ, നമ്മളിപ്പോ ഈ ആഫ്റ്റർ ദ GST റിഡക്ഷൻ നമുക്ക് അതിൽ പ്രൈസിൽ എന്തെങ്കിലും വെക്കാനും വ്യത്യാസം? ഒരു വ്യത്യാസം. GST 18% ആണ് ഇതിൽ യാതൊരു ഡിഫറൻസും. ഈ സാധാരണ പലരും പറയുന്നത് ഈ ടൈലിന്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു മാർബിളിലൊക്കെ മൂന്ന് കടയിൽ മൂന്ന് പ്രൈസ്. പുതിയ സ്ലാബ് യാതൊരു വ്യത്യാസം വന്നിട്ടില്ല. 18% ആണ് ഇപ്പോഴും ചാർജ് ആണ്. മുന്നും പ്രൈസ് ഡീവിയേഷൻ ഒരു സാധാരണ മാനുഫാക്ചറിംഗ് കമ്പനികളിൽ ഒരു 3 ക്വാളിറ്റിയാണ് അവർ. ഒന്നാണ് മെയിൻ ആയിട്ട് പ്രീമിയം ക്വാളിറ്റിയാണ് അവർ, അതാണ് നോർമൽ കമ്പനിക്കാർ കൊടുക്കുന്നത്. പിന്നെ സെക്കൻഡ് ആയിട്ട് അവർ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അത് അത് ചിലർ പ്രീമിയം അല്ലെങ്കിൽ ഗോൾഡ് എന്ന് പറഞ്ഞ അങ്ങനെ പല പല പേരിൽ കൊടുക്കണം. പ്രീമിയം ആണ് മെയിൻ ആയിട്ട് കമ്പനിക്കാരാണ്. പിന്നെ അതിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് അത് ചെറിയ ചിലപ്പോൾ എന്തെങ്കിലും പ്രിന്റിങ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും അതിൽ ഷിപ്പിങ്ങോ അല്ലെങ്കിൽ നോർമലായിട്ട് ബബിൾസ് എയർ ബബിൾസോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവരത് റിജക്റ്റ് ചെയ്ത് അവരുടെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ് റിജക്ട് ചെയ്ത് മാറ്റണം. അതാണ് അവർ സ്റ്റാൻഡേർഡ് ആയിട്ട്. ചിലപ്പോൾ അതിന് മാക്സിമം പ്രിന്റിങ്ങിന്റെ ക്വാളിറ്റിയിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവും, ബാക്കി മാനുഫാക്ചറിംഗ് പ്രശ്നം ഉണ്ടാവില്ല. അതിനവർ സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് അവർ കൊടുക്കുന്നത്. അത് ചില കമ്പനിക്കാർ അത് മാർക്കറ്റിൽ ഇറക്കുന്നുണ്ടാവും സ്വന്തം ബ്രാൻഡ്. മാക്സിമം നല്ല കമ്പനിക്കാർ അവരുടെ കവറിൽ ഇറക്കുന്നില്ല. അതാണ്. പിന്നെ ഉള്ളത് കൊമേഴ്സ് എന്നാണ്. കൊമേഴ്സ് എന്ന് പറഞ്ഞത് നോർമലായിട്ട് അത് വിൽക്കാനുള്ള ഇതല്ല കൊമേഴ്സ്. അതും നമ്മുടെ നാട്ടിൽ കൊണ്ടുണ്ട്. ആ ചെറിയ ചിപ്പിങ് ഇഷ്ടം പോലെ ഉണ്ടാവും. ചിലപ്പോൾ അതിലെവിടെയെങ്കിലും കട്ടിങ്ങിന്റെ മൂലൊക്കെ പൊട്ടിയിട്ടുണ്ടാവും. ആ ഗ്രേഡ് കൊമേഴ്സ് ഗ്രേഡ് എന്നുണ്ട്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അത് സ്ക്വയർ ഫീറ്റിലൊന്നും വിൽക്കണ ഇതല്ല. അത് അങ്ങനെ 3 ഗ്രേഡാണ് ഇപ്പോൾ കമ്പനിക്കാർ നമുക്ക് അവിടെ ഇൻഡസ്ട്രീസിൽ കൊടുക്കുന്നത്. അത് മെയിനായിട്ട് പ്രീമിയം ഈ സ്റ്റാൻഡേർഡാണ് ആൾക്കാർ. ഞാനൊക്കെ കേട്ടില്ലെന്ന് വെച്ചാൽ ഈ ടൈലിന്റെ തിക്നെസ്സിൽ മിക്ക ആൾക്കാരും റിലീവ് ചെയ്യാത്ത കാര്യമാണ് ടൈലിന്റെ തിക്നെസ്. ഈ ടൈലിന്റെ തിക്നെസ്സിനെ ബേസ് ചെയ്യുന്ന ക്വാളിറ്റിക്ക് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അതാണ് മെയിൻ പ്രൈസിന്റെ എന്താ പറയാ പ്രൈസ് ഡീവിയേഷന്റെ മെയിൻ കാരണം കേട്ടിട്ടുണ്ട്. അതായത് ചിലരിപ്പോ ഈ 6 mm കൊടുക്കുന്നുണ്ട്, അതിന് മേളിലേക്കുള്ളുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഡീൽ ചെയ്യാറ്? ഞങ്ങളിവിടെ ഇപ്പൊ സ്റ്റാൻഡേർഡ് 9 mm ആണ് ഞങ്ങളിവിടെ വെച്ചേക്കുന്നത്. അതാണ് സ്റ്റാൻഡേർഡ് പ്രീമിയം ക്വാളിറ്റി വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉള്ള അതിലുള്ള ഈ പ്രീമിയത്തിന്റെ 2-3 ക്വാളിറ്റി വെച്ചിട്ടുണ്ട്. 9 mm ഉണ്ട്, 8.5 mm ഉണ്ട്, 8 mm ഉണ്ട്. ഈ 3 ഗ്രേഡാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. പിന്നെ അതിനോട് കൊടുത്തതിന് ബോക്സിന്റെ വെയിറ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വെയിറ്റ് അനുസരിച്ച് ബോക്സിന്റെ വെയിറ്റും വേരിയേഷൻ ചെയ്യും. ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഇപ്പോൾ 4x തുടങ്ങിയ 15.5 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. അതിന്റെ ബോക്സ് വെയിറ്റ് 28
28.5 കിലോ ഉണ്ടാവും 9mm ആണെങ്കിൽ. അത് എക്സ്പോർട്ട് ക്വാളിറ്റി ആണെങ്കിൽ അത് കുറച്ചും കൂടി കൂടും വെയിറ്റ്. ഓക്കെ. അതിന് ഒരു 30 അടുത്ത് വരും. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രൊഫഷണലായിട്ട് നമ്മൾ ടൈൽ എന്ത് ചെയ്യുമ്പോൾ ഉം. ഈ ടൈൽ ലേയിങ് കോസ്റ്റ് ഉം. അതിന് മെയിൻ ആയിട്ട് വരുന്നത് പണ്ട് സെറാമിക് ടൈലുകളൊക്കെ നമ്മൾ സിമെന്റിൽ ഒട്ടിച്ചത്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ GVT ടൈലുകളൊക്കെ തന്നെ ഗമ്മിലാണ് ചെയ്യുക. ശരിയല്ലേ? ഇപ്പൊ നമ്മൾ അതിന്റെ പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഉവ്വ്. അതിൽ രണ്ട് മൂന്ന് ആ പേസ്റ്റിന്റെയും കൂടെ ക്വാണ്ടിറ്റിയിൽ വളരെ ഡീവിയേഷൻ വരുമല്ലോ. പേസ്റ്റും നമ്മൾ 3 ക്വാളിറ്റി പേസ്റ്റ് ഉണ്ട്. പേസ്റ്റ് നമ്മളിപ്പോ വാഷ്റൂം ടോയ്ലറ്റ്സിൽ ഉപയോഗിക്കുന്ന വേറെ പേസ്റ്റ് ആണ്. ഇപ്പോ ചെമരം ഉപയോഗിക്കുന്ന വേറെ. ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ് കേരളത്തിലെ ഭൂരിഭാഗം പണിക്കാർക്കും അറിയാത്ത കാര്യമാണ്. അതായത് ഇവരെല്ലാം തന്നെ ടൈലൊട്ടിക്കുന്ന പശ അത് ഇത്ര കിലോ അല്ലെങ്കിൽ ഇത്ര ബാഗ് എന്ന് പറഞ്ഞ പഠിക്കുന്നത്. ഇല്ല, അതിന്റെ റേറ്റ് വേരിയേഷൻ വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് അതായത് ഇപ്പൊ നമ്മള് ഈ ടോയ്ലറ്റുകൾ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഗമ്മ സ്പെസിഫിക്കേഷൻ ഉണ്ട്. ആ സ്പെസിഫൈഡ് ഐറ്റം തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അതിനെ ചുരുക്കി പറഞ്ഞാൽ അത് പെട്ടെന്നുള്ള വാട്ടർ അബ്സോർബൻസ് കുറയും, ക്വാളിറ്റിയും കുറയ്ക്കും. അത് നല്ലോണം ഒട്ടിപ്പിടിക്കാനുള്ള ഇത് കൂടും. അതുപോലെ ഈ സിമെന്റ് ഉപയോഗിക്കുന്ന സിമെന്റ് ഇപ്പൊ നമ്മള് 2-3 ടൈപ്പ് സിമെന്റ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഈ സ്ലാബ് ഉണ്ടാക്കാൻ നേരത്തെ ഒരു LNT ഉപയോഗിക്കുന്നുണ്ട്, അൾട്രാടെക്കിന്റെ ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി തേക്കുന്ന പരിപാടി അതുപോലെ ഈ പോർട്ട്ലാൻഡ് ആ വ്യത്യാസം തന്നെ. ഇപ്പൊ ഈ ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോ ഈ ടൈലിന്റെ തിക്നെസ് മാറുന്നനുസരിച്ച് അതില് നമ്മൾ ഇത് ലേ ചെയ്യാൻ ഇതിന്റെ ബെൻഡ് ഈ നമ്മൾ ഒത്തിരി കനം കുറഞ്ഞ ടൈൽസ് വാങ്ങുമ്പോൾ അതിന് ബെൻഡൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി പേസ്റ്റിന്റെ ഉപയോഗം കൂടും. അപ്പൊ ഓട്ടോമാറ്റിക് നമ്മൾ ഈ ഇതിന് നമ്മൾ ലേയിങ് കോസ്റ്റ് കൂടും. അപ്പൊ നോർമലി നമ്മൾ 10 ബാഗ് ഉപയോഗിക്കുന്ന സ്ഥലത്ത് 12 ബാഗ്, ഒരു ബാഗിന് ഏകദേശം നമുക്ക് 400-500 ഒരു ബാഗിന് വില വരില്ല. ആ പൈസ ഓട്ടോമാറ്റിക് കൂടുന്നുണ്ട്. ഒരു കാര്യം കൂടി ചെയ്യട്ടെ. നമ്മളിപ്പോ കുറച്ച് നാളായിട്ട് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ സ്ഥിരം കാണുന്നതാണ് വീടുകളുടെ ടൈല് പൊന്തിപ്പോയി, അല്ലെങ്കിൽ പൊന്തി വന്നു പൊട്ടിപ്പോയി, അല്ലെങ്കിൽ രാത്രി പറയും ഒടിയനടിച്ചാണ് പക്ഷേ ചാത്തനാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബേസിക്കലി ഇത് എന്തുകൊണ്ടാണ് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ പ്രൊജക്ട് കൺസൾട്ടന്റ് ഞങ്ങൾ പറയാന്ന് വെച്ചാൽ കറക്റ്റ് പ്രൊഫഷണൽ ലേയിങ് ക്വാളിറ്റിയുടെ കുറവാണെന്ന് ഞങ്ങളൊക്കെ പറയാറുള്ളൂ. അപ്പൊ അത് ബേസിക്കലി അതിനെ നമ്മൾ എന്തിനായിട്ട് താരതമ്യം ചെയ്യാം? ആ ക്വാളിറ്റി നമ്മൾ ലൈങ്ങിന്റെ ക്വാളിറ്റി ഉണ്ട്. ലൈംഗ് നമ്മളിപ്പോ ഗ്രൂ ഇട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നം വരുന്ന ചാൻസ് കുറവാണ്. കാര്യം എക്സ്പാൻഷൻ വരും ടൈൽസിന്. പിന്നെ അതേപോലെ തന്നെ വാട്ടർ ബോഡിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ടൈല് പൊന്തുന്ന 100% എങ്ങനെയാണ് വാട്ടർ അത് നമ്മൾ നല്ല രീതിയിൽ അപ്പോക്സി ചെയ്ത് നല്ലോണം ജോയിന്റ് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഇത് രീതിയിൽ വാട്ടർ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ 100% അതിന്റെ വാട്ടറിന് എക്സ്പാൻഡ് ആയിട്ട് തള്ളാൻ സാധ്യത കൂടുതലാണ്. വാട്ടർ ഒരിക്കലും ഉള്ളിൽ കയറാണ്ടിരിക്കണം നോക്കണം ടൈലിലേക്ക്. വാട്ടർ അബ്സോർവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സാധനം നിങ്ങൾ പറഞ്ഞ ഈ തള്ളിപ്പോണ പ്രശ്നം വരും. സാധാരണ അത് ഓരോ ടൈലിനും നമ്മൾ വാട്ടർ അബ്സോർബൻ അതിന്റെ വ്യത്യാസമുണ്ട്. നമ്മൾ നല്ല കമ്പനിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരതിന് സർട്ടിഫിക്കറ്റ് തരും എത്രത്തോളം വാട്ടർ അബ്സോർബൻസ് ഉണ്ടെന്നുള്ളത്. അതിനനുസരിച്ച് ടൈലിന്റെ ക്വാളിറ്റി മാറും. ഇപ്പൊ നമ്മൾ വളരെ ചീപ്പായ ടൈൽ വാങ്ങിച്ചാൽ അത് വാട്ടർ അബ്സോർബൻസ് കൂടുതലായിരിക്കും. അപ്പൊ അത് വാട്ടർ അബ്സോർബ് ചെയ്ത് ടൈലിന് അപ്പുറത്തേക്ക് വെള്ളം ഉള്ളിലേക്ക് പോകുന്ന സാധ്യത കൂടുതലാണ്. അതാണ് ഈ പോർട്ട്ലൈൻ ടൈലിലൊക്കെ മെയിൻ പ്രശ്നം അതിന് വരുന്നത്. ബാക്കി GVT ടൈലിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വളരെ കുറവുള്ളൂ. വാട്ടർ അബ്സോർബൻസ് വളരെ കുറവാണ്. നമ്മള് ഈ മാർക്കറ്റിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ് ഇപ്പൊ ഈ ടൈലിന്റെ ഒരുപാട് ഒരു മത്സരം നടക്കുകയാണല്ലോ. അപ്പൊ ഇത് പോർട്ട്ലൈൻ ടൈലിന്റെ ഒരു ഏരിയയിൽ പോർട്ട്ലൈൻ ടൈൽ ഉണ്ടാക്കിയിട്ട് അതിന്റെ മേളിലേക്ക് GVT പ്ലസ് ഓൺ ചെയ്ത് അങ്ങനെയുള്ള മിക്സഡ് ക്വാളിറ്റി വരുന്നുണ്ട്. സെമി GVT ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര സക്സസീവ് അല്ല. നമ്മൾ അത് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന അതായത് പ്രൈസ് മാത്രം നോക്കി പോണ കസ്റ്റമർ ടൈല് നമ്മൾ ഇത്രയധികം ടെമ്പറേച്ചർ അതിന്റെ ഒരു 1800-2000 ഡിഗ്രി ടെമ്പറേച്ചർ അടുത്ത് നമ്മൾ ഒരു കില്ലനിൽ വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ടൈല് വളരെ ക്വാളിറ്റി ഉണ്ടാവും. അതിൽ ബ്രേക്കിന്റെ പ്രശ്നം വരില്ല. ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അത് നിങ്ങൾ നല്ല ടൈൽ വാങ്ങണേ. നിങ്ങൾ എത്രത്തോളം കുറഞ്ഞ ബഡ്ജറ്റിലേക്ക് പോകുമ്പോൾ അതിന്റെ നിങ്ങൾ പറഞ്ഞ ഈ സെമി വെർട്ടിഫൈഡ് അതിൽ സ്റ്റെയിൻലെസ് പോർട്ട്ലൈൻ ടൈല് അതിലൊക്കെ പ്രശ്നം ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ ഈ വാട്ടർ അബ്സോർബൻസ് കൂടും. പിന്നെ അത്രയധികം ഓവൻ അതിന്റെ ചൂടാക്കണ ഇത് വളരെ കുറവായിരിക്കും. അപ്പൊ ഗ്ലേസ് പോവും. നമ്മൾ അത്രയധികം മറ്റേതിന് 1800 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് അത് ഈ ഗ്ലേസ് അതുമ്പോ ചെയ്ത് വരുന്നത്. അപ്പൊ അതൊരിക്കലും പോകാനുള്ള ചാൻസ് കുറയും. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ കാണും ഈ കിച്ചണിലും അതുപോലെ തന്നെ നമ്മൾ ഈ വാക്കുവേലൊക്കെ ഒരു തേയ്മാനം വന്ന പാട് കാണാം. അത് മെയിനായിട്ട് നമ്മൾ കിച്ചൺ ഏറ്റവും കൂടുതൽ പാസഞ്ചർ വീട്ടിൽ കിച്ചണിലായിരിക്കും. അതേപോലെ തന്നെ ഈ ചില ഹോസ്പിറ്റലും ഹോട്ടലിലൊക്കെ കസ്റ്റമർ പോണ വഴി തേയ്മാനം പറഞ്ഞാണ്. അതൊക്കെ ഈ പോർട്ട്ലൈൻ ടൈലൊക്കെ ഇട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. നല്ല GVT ടൈൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനത്തെ ക്വാളിറ്റിയുടെ ടൈൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല. ആ പാച്ച് ഫുഡ് പാച്ച് ഉണ്ടല്ലോ അത് ഉണ്ടാവില്ല. തേയ്മാനം വളരെ കുറവായിരിക്കും അതിൽ. ഞാൻ കാര്യം ചെയ്യട്ടെ, നമ്മളിപ്പോ ഈ പറഞ്ഞ നിങ്ങൾ ടൈല് സപ്ലൈ ചെയ്യണൊപ്പം തന്നെ ടൈലിന്റെ ഗമ്മ് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ സപ്ലൈ ചെയ്യണ്ടല്ലോ? ഉണ്ട്, തീർച്ചയായും. ടൈലിന്റെ കൂടെ നമ്മൾ ഗമ്മ് കൊടുക്കുന്നുണ്ട്, അതിന്റെ കൂടെ ഒരു അപ്പോക്സി കൊടുക്കുന്നുണ്ട്, പിന്നെ ജോയിന്റ് ഫില്ലേഴ്സ് കൊടുക്കുന്നുണ്ട്.
ഓക്കെ. ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു വീടിന്റെ സെലക്ഷൻ സമയത്ത് നമുക്ക് എങ്ങനെ ഡയറക്റ്റ് കസ്റ്റമർ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഒരു കസ്റ്റമർ സപ്പോസ് കസ്റ്റമർ നമ്മളെ ഭൂരിഭാഗം കസ്റ്റമേഴ്സും NRIs ആണ്. അവർ ചിലപ്പോൾ അബ്രോഡ് ആയിരിക്കും. ഇപ്പൊ നാട്ടിൽ ഇപ്പൊ വരെ ഭാര്യയോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളൊക്കെ ആയിരിക്കും വർക്ക് നടക്കുക. പക്ഷെ അങ്ങനത്തെ ഒരാൾക്ക് ടൈൽ സെലക്ട് ചെയ്യും, നമുക്ക് എങ്ങനെ അവരെ ഇത് ചെയ്യാൻ പറ്റും? നമുക്ക് അവർക്ക് ഫസ്റ്റ് അവർക്ക് നമുക്ക് ടൈൽസിന്റെ ഈ കാറ്റലോഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഈ കാറ്റലോഗിൽ നിന്ന് അവർ ഡിപ്പെൻഡിങ് അപ്പോൺ അവർ ഫർണിച്ചർ എങ്ങനെ ഇപ്പോൾ നോർമലി ടൈൽസും വീട്ടിലെ ഫർണിച്ചറൊക്കെ മാച്ചിങ് ആയതുകൊണ്ട് അവർ ആദ്യം നമ്മൾ ഏത് ടൈലാണ് ഫിക്സ് ചെയ്യണം അതിനനുസരിച്ച് അവർ ഫർണിച്ചറും അതിലേക്ക് ഉണ്ടാക്കുന്ന കളറും കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ഈ കാറ്റലോഗിൽ അവർ ഉണ്ടാക്കാൻ പോകുന്ന ഫർണിച്ചറിന് മാച്ചിങ് ആയിട്ടുള്ള ടൈൽസ് നമുക്ക് അത് ഈ കാറ്റലോഗ് സെലക്ട് ചെയ്യും. അതിനുശേഷം അവർക്ക് അവരുടെ കൺസൾട്ടന്റോ ആർക്കോ വേണമെങ്കിൽ നമ്മൾ ടൈൽസിന്റെ ക്വാളിറ്റി കാണിച്ചു കൊടുക്കാം. നമ്മൾ നമ്മുടെ ഷോറൂമിൽ വിസിറ്റ് ചെയ്യാൻ കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സൈറ്റിൽ കൊണ്ട് കാണിച്ചു കൊടുക്കാം ഏത് ടൈപ്പാണ് നമുക്ക് തരാം. അതിനൊന്നും യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞ സ്പെസിഫിക്കേഷനിൽ നിന്ന് യാതൊരു ഡീവിയേഷൻ നമ്മൾ കമ്പനിക്കാർ ഉണ്ടാക്കില്ല. കമ്പനിക്കാരോട് നമ്മൾ അതേ പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തേക്കണം. പറഞ്ഞ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ കണ്ടെയ്നർ നമ്മൾ റിജക്ട് ആക്കും. കാര്യം നോർമൽ നമ്മളിപ്പോൾ എക്സ്പോർട്ട് ഒക്കെ ചെയ്യുമ്പോൾ തേർഡ് പാർട്ടിയാണ് ഒരു തേർഡ് പാർട്ടി ഓഡിറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കമ്പനിക്കാർ. ഇപ്പോൾ കമ്പനിക്കാർക്ക് ഓർഡർ എക്സ്പോർട്ട് ഓർഡർ എടുക്കുമ്പോൾ തേർഡ് പാർട്ടിയാണ് അവരുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫിസിക്കലായിട്ട് നമ്മളൊരു കേരള കൺസ്ട്രക്ഷൻ കമ്പനി നമ്മളൊരു കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ നിരവധി ആളുകളുണ്ട്. അതിൽ ഭൂരിഭാഗം ആൾക്കാരും പ്രൊഫഷണൽസ് ഉണ്ട്, ഒറിജിനൽ ക്ലയന്റുകളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് അവര് നമ്മളെ ട്രസ്റ്റ് ചെയ്യണത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ പ്രൊഫഷണൽസ് എന്ന ലെവലാണ്. അപ്പൊ ആ പ്രൊഫഷണൽ ക്വാളിറ്റി നമ്മൾ എന്നും സെയിൽസിന് നമ്മൾ നിലനിർത്താൻ നമ്മൾ ബാധിച്ചതാണ്. ഞാൻ 25 വർഷമായിട്ട് ഞാൻ ഗുജറാത്തിൽ താമസിക്കുകയാണ്. എനിക്ക് അതിനുള്ള സോഴ്സ് ഓഫ് ഉണ്ട്. കാര്യം എനിക്ക് അങ്ങനത്തെ അവിടെ ഒരു ക്വാളിറ്റിയുടെ പ്രശ്നം വരില്ല. കാരണം ഞാൻ ഫിസിക്കലായിട്ടുള്ള കമ്പനിയിൽ പോകാറുണ്ട്. അതുപോലെ ഞാൻ ചെയ്യണ വെൻഡേഴ്സ് ഞാൻ അത്രത്തോളം എനിക്ക് ഹോൾഡുള്ള വെൻഡേഴ്സായിട്ട് ഞാൻ ഡീലാണ്. ഞാൻ ഒരു ശരിക്കും പറഞ്ഞാൽ 700-800 കമ്പനിക്കാർ ഗുജറാത്തിലുണ്ട്. നമ്മളിങ്ങനെ എല്ലാ കമ്പനിക്കാരും ഡീൽ ചെയ്യണം. നമുക്ക് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി തന്നെ ഏകദേശം ഒരു 2000 മുകളിൽ ഇന്റീരിയർ ഡിസൈൻ കോൺട്രാക്ടേഴ്സ് ഉണ്ട്. സെയിം ആസ് അതിന് മുകളിൽ തന്നെ ഏകദേശം സിവിൽ കോൺട്രാക്ടേഴ്സ് ഉണ്ട്. ആർക്കിടെക്ട്സ് തന്നെ മോർ ദാൻ ഫെമിലിയർ ആർക്കിടെക്ട്സ് തന്നെ ഏകദേശം ഒരു 1000 മുകളിൽ ഫെമിലിയർ ആർക്കിടെക്ട്സ് ഉണ്ട്. അവർക്കൊക്കെ തന്നെ ഈ മഹേഷ് പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ അവര് നമ്മളെ ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സമയനഷ്ടമാണ്. അപ്പൊ ഇതേപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുടെ ബാക്കപ്പ് അവർക്ക് ഒരു ഫ്ലോറിംഗ് സമയത്ത് കിട്ടി കഴിഞ്ഞാൽ കുറച്ച് അഡ്വാൻസ് ആയി പ്ലാൻ ചെയ്യണമെന്നുള്ളൂ. നമ്മൾ നമുക്ക് കൺസ്ട്രക്ഷൻ നമ്മൾ ഈ നിങ്ങളുടെ പിള്ളേരെ കഴിഞ്ഞ ശേഷം നിങ്ങൾ തേപ്പ് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് അഡ്വാൻസ് ആയി പ്ലാൻ ചെയ്ത് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ഈ എല്ലാവർക്കും പ്രശ്നം അറിയോ? ഞാനിപ്പോൾ കാണുന്നു ഇവിടുത്തെ ഞാൻ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. കാര്യം കുറച്ച് ലോ ബഡ്ജറ്റ് ആൾക്കാരുണ്ടാവും, മീഡിയം ബഡ്ജറ്റ് ആൾക്കാരുണ്ടാവും. പക്ഷെ ആൾക്കാർ പല പല രീതിയിലും പൈസ ഒത്തിരി ചെലവാക്കി അവര് ലാസ്റ്റ് നമ്മൾ ടൈലൊക്കെ നമ്മൾ ഫിനിഷിംഗ് ടൈമിലാണ് ടൈൽസിന്റെ ഇത് വരുന്നത്. ഏകദേശം ഫിനിഷിംഗ് ടൈം ആകുമ്പോൾ ടൈൽസ് പർച്ചേസ് ചെയ്യുന്ന കൺസെപ്റ്റ് വരുന്നത്. അപ്പോഴേക്കും ഒരു ഫണ്ട് നല്ലോണം അവരെ യൂസ് ആയിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്യും, ഇതിൽ ടൈൽസിന്റെ ഇതിൽ ഒത്തിരി കോംപ്രമൈസ് ചെയ്യാൻ നോക്കും. അത് ഏറ്റവും ഫ്ലോറിംഗിൽ കോംപ്രമൈസ് ചെയ്യുന്നു. അവർ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആ ബിൽഡിങ്ങിന്റെ ലൈഫ് അല്ലെങ്കിൽ വീടിന്റെ ലൈഫിലെ ഏറ്റവും കൂടുതൽ ഒരു ബാധിക്കുന്ന സംഭവമാണ് ഫ്ലോറിംഗ്. ആ ഫ്ലോറിങ്ങിനെ ഇവര് തഴനോടുകൂടി ഇത് ആ പ്രോജക്റ്റിന്റെ ടോട്ടൽ ആംബിയൻസിനെ ബാധിക്കും. അതാണ് ലാസ്റ്റ് ഇപ്പൊ കാണുന്ന ഇവിടുത്തെ കൺസെപ്റ്റ് കാണുന്നത് അതാണ്. കൂടുതൽ ആൾക്കാർ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് നല്ല ടൈലുകൾ നമ്മൾ ഓർഡർ ചെയ്ത് നമ്മുടെ കൺസെപ്റ്റ് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള കൺസെപ്റ്റിനനുസരിച്ച് ഇപ്പോൾ പലരും ഓരോ സ്ഥലത്തുള്ള വൺ ടൈം ഇങ്ങനെ സ്റ്റോക്കാണ് കൂടുതൽ എടുത്ത് ഇവിടുത്തെ അകത്ത് ചെയ്യണം. അപ്പോൾ അവർ ഈ കടകളിൽ ചെല്ലുമ്പോൾ പരമാവധി പൈസ കുറച്ചവർക്ക് അവർ സ്റ്റോക്ക് ക്ലിയർ ആക്കണം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ സെലക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ ആ ഈ കാറ്റലോഗ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സെലക്ഷൻ നിങ്ങൾ പ്രീരിയർ ആയിട്ട് ഓർഡർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഞങ്ങളുടെ കണ്ടെയ്നർ ഞങ്ങൾ എല്ലാ മാസവും ഒരു 4-5 കണ്ടെയ്നർ ഞങ്ങൾക്ക് വരുന്നുണ്ട്. അതിനോടൊപ്പം ഞങ്ങൾ സാധനം ഇവിടെ എത്തിച്ചു തരും. ഒരു കാര്യം ചെയ്യട്ടെ, നമ്മളിപ്പോ ഈ പറഞ്ഞ ഒരു വീട്ടിലേക്ക് ഫ്ലോറിംഗ് ചെയ്യുന്ന സമയത്ത് ഇൻക്ലൂഡിങ് കാർ പോർച്ച് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവ് വേ എന്ന് പറയും. ഡ്രൈവ് വേ മുതൽ നമുക്ക് ടൈലിട്ട് തുടങ്ങുന്ന കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പൊ നമ്മൾ ഈ ഡ്രൈവ് വേയിൽ അല്ലെങ്കിൽ ഇപ്പൊ എക്സ്റ്റീരിയർ ഏരിയയിൽ നമ്മൾ ടൈലിടുമ്പോൾ അതിന് കുറച്ച് സ്പെസിഫിക്കേഷൻ വ്യത്യാസം, തിക്നെസ് കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അങ്ങനത്തെ ടൈലുകൾ സപ്ലൈ ഉണ്ട്. പോർച്ച് ടൈൽസ് ഇപ്പം ഇഷ്ടംപോലെ ക്വാളിറ്റി വരുന്നുണ്ട്. ഇപ്പം നമുക്കതിൽ സൈസും 12x12 സൈസ്, അത് പിന്നെ 2 അടി ഇൻഡോർ അടി, പിന്നെ 2x2 അങ്ങനെ പല പല സൈസുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ അങ്ങനത്തെ സംഭവം നമുക്ക് ഇപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. കാരണം വെച്ചാൽ ഞാൻ ആളുകൾക്ക് എന്താന്ന് മനസ്സിലാക്കാം. കാരണം വെച്ചാൽ മിക്കവാറും ആൾക്കാർ നമ്മള് ഈ ഇപ്പൊ സർക്കാരിന്റെ മിക്ക പ്രോജക്റ്റുകളും ഈ ഫുട്പാത്തിന്റെ ടൈലുകളുണ്ട്. അത് മിക്കവാറും ഇട്ട് ഒരു മാസം ഈ പാവഡ് ടൈൽസ് എന്നതിന് പകരമായിട്ട് ഇപ്പൊ ആൾക്കാർ പലതും ഈ നാച്ചുറൽ സ്റ്റോൺസ് നമ്മളെ കരിങ്കല്ലൊക്കെ ഉപയോഗിച്ച് സ്റ്റോൺ അതിന് ഫ്ലെയിമടും അങ്ങനെ പല ഒത്തിരി എക്സ്പെൻസ് വരുന്നുണ്ട്. അതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഏകദേശം അത്രത്തും അതിലും നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. കാര്യം ഇപ്പൊ നമുക്ക് എക്സ്പോർട്ട് ക്വാളിറ്റി ഒക്കെ ഉണ്ടാക്കുന്ന ഈ ഫ്ലോറിംഗ് ടൈൽസ് ഉണ്ട്. അത് ഈ പോർച്ച് ടൈൽ പോലത്തെ ഉണ്ടാക്കുന്നുണ്ട്.
അത്യാവശ്യം 20 mm കനുള്ള ടൈൽസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എന്ത് വണ്ടികളിൽ കയറിയാലും നമുക്ക് ഗ്യാരണ്ടി ഒരു ടോറസ് ഒക്കെ തന്നെ ഒരു പ്രശ്നം വരാത്ത, അത് ടെസ്റ്റഡ് ആണ്. അത്ര ക്വാളിറ്റിയുള്ള ടൈൽസ് നമുക്ക് കിട്ടുന്നുണ്ട്, പാർക്കിംഗ് ടൈൽസ് കിട്ടുന്നുണ്ട്. അതിന് സൈസ് 2x2 സൈസ് ഉണ്ട്, അത് വേണമെങ്കിൽ 4x2 സൈസ് ഉണ്ടെങ്കിൽ ആ സൈസിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് 16 mm ഉണ്ട്, 20 mm ഉണ്ട്. പക്ഷെ 20 mm ഒക്കെ ഭയങ്കര ഹെവി ആവും. അതും ഏകദേശം നമ്മൾ അതിനും പൈസ നമ്മൾ നോക്കുമ്പോൾ ശരാശരി അതിന് പ്രശ്നം നല്ല കോൺക്രീറ്റ് ചെയ്ത ഫ്ലോർ ആയിരിക്കും. നിങ്ങളുടെ ഫ്ലോറിംഗ് ലെവൽ ക്ലിയർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ കരിങ്കലൊക്കെ ഇടുമ്പോൾ അവിടെ നിന്ന് ഇപ്പൊ ഈ പ്രൈവറ്റ് ടൈൽസ് ഇടുമ്പോൾ അവിടെ ഫ്ലോർ ലെവൽ നിങ്ങൾക്ക് പ്രശ്നം. നമ്മളൊരു PCC ചെയ്ത ഫ്ലോറിലാണെങ്കിൽ, അതായത് PCC കോൺക്രീറ്റിംഗ് ചെയ്തിട്ട് അതിന്റെ മുകളിലാണ് നമുക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് പല പല കളറുകളും ഒരു ആവറേജ് മിക്ക വീടുകളിലും മാക്സിമം ഇപ്പൊ യൂസ് ചെയ്യുന്ന വണ്ടികൾ SUV ആണ്, ഫോർച്യൂണർ, ആ റേഞ്ച് വണ്ടികളാണ്. ഈ SUV വണ്ടികൾക്ക് ആവറേജ് 1.5 ടൺ ആ റേഞ്ച് വെയിറ്റ് ഉണ്ട്. അപ്പൊ ഈ അതിനൊക്കെ നമ്മൾ ആവറേജ് എത്ര തിക്നെസ് ഉള്ള ടൈൽ യൂസ് ചെയ്യും? അതിനുശേഷം മിനിമം ഒരു 16 mm നിങ്ങൾ ഇടണം നന്നായിരിക്കും. അതിലും താഴ്ന്നു പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസ്ക് ആണ്. അത് പൊട്ടിപ്പോയി കഴിയുമ്പോൾ മാറ്റാനും പിടിക്കാനൊക്കെ നിങ്ങൾക്ക് റിസ്ക്. ഈ മഹേഷ് ഈ പറഞ്ഞ കാര്യം ഇവിടുത്തെ ഭൂരിഭാഗം ആൾക്കാരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. അതാണ് ഈ പറഞ്ഞ പവർ ചേരിയിലും കാര്യങ്ങളും ടൈൽ ഇട്ടിട്ട് ഈ ടൈല് പൊട്ടിപ്പോകാനുള്ള കാരണം. അതാണ് ഇപ്പോഴാണ് നിങ്ങൾ പറയുമ്പോൾ ആൾക്കാർ റിലീവ് ചെയ്യണേ. കാരണം അവര് ചെന്നൊരു ഷോപ്പിൽ വന്ന് നോക്കുമ്പോൾ ഷോപ്പിൽ സെലക്ഷൻ നോക്കും, ഈ ടൈൽ എങ്ങനെയുണ്ട്, അതിന്റെ സ്ക്വയർ ഫീറ്റ് ഏരിയ അല്ലെങ്കിൽ അതിന്റെ റേറ്റ്, ഈ ബാച്ച് കിട്ടും. നിങ്ങൾ 9 mm ടൈലും 16 mm റേറ്റ് ആകുമ്പോൾ ഒത്തിരി ഡിഫറെന്റ് വരും. 20 mm പിന്നെ ഡിഫറെന്റ്. അപ്പൊ പക്ഷേ മഹേഷ് പറഞ്ഞ കറക്റ്റാ. പക്ഷേ ഈ പറഞ്ഞ നിങ്ങൾ ഈ പറഞ്ഞ ടെക്നിക്കൽ റിലീവിങ് ആ പറഞ്ഞ കാര്യങ്ങൾ ഒരാളും പറഞ്ഞ് കസ്റ്റമർ മനസ്സിലാക്കാറില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചോ, നിങ്ങൾക്ക് ലേബർ കോസ്റ്റ് പിന്നെയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും കോസ്റ്റ് ലേബർ കോസ്റ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ടൈല് പൊട്ടിക്കഴിഞ്ഞാൽ ആ ടൈല് നിങ്ങൾ മാറ്റാൻ വേണ്ടി നിങ്ങൾ 4 ടൈല് പൊട്ടിക്കണം, എന്നിട്ട് പിന്നെ ആ ടൈല് മാറ്റണം. അതിനുശേഷം അതിന് പറഞ്ഞ ലേബർ എക്സ്പെൻസ് ഒക്കെ നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. തീർച്ചയായും. അപ്പൊ അതിനുള്ള നിങ്ങൾ ഇത്തിരി ക്വാളിറ്റി ഉള്ള കുറച്ച് തിക്നെസ് ഉള്ള ടൈൽ ഇട്ടാൽ പിന്നെ നിങ്ങൾക്ക് പൊട്ടുന്ന പ്രശ്നം നിങ്ങൾക്ക് വരില്ല. അപ്പോ ഇപ്പൊ ഈ ഇത്രയും നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ കേരളത്തിൽ ഒരു പ്രൊജക്ട് ചെയ്യുന്ന, അത് വീട് ആയിക്കോട്ടെ ബിൽഡിംഗ് ആയിക്കോട്ടെ, അവർക്ക് ഉപകാരപ്പെടുന്ന ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി ടൈൽസിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാം. ദെൻ നമുക്ക് ഈ വീഡിയോ അതിന് ശേഷം നമ്മൾ അവസാനിക്കുകയായിരിക്കും.